ഡിയർ ലേണേഴ്സ്, ഏവർക്കും സ്വാഗതം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം മുഴുവൻ പങ്കാളികളുടെയും മൂലധനം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് അനുസൃതമാവണം എന്ന് പങ്കാളികൾ തമ്മിൽ ധാരണയായിട്ടുണ്ട് എങ്കിൽ ഓരോരുത്തരുടെയും ക്യാപിറ്റൽ അവരുടെ ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന അനുപാതത്തിലേക്ക് മാറ്റി നിശ്ചയിക്കുക. ഒരുപക്ഷെ നിലവിൽ അവരുടെ ക്യാപിറ്റൽ ആവശ്യമായതിനേക്കാൾ അധികമുണ്ടാവാം. അങ്ങനെയെങ്കിൽ അധികമുള്ള തുക അദ്ദേഹത്തിന് പിൻവലിക്കുകയോ അദ്ദേഹത്തിൻ്റെ കറന്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയോ ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യമായതിനേക്കാൾ താഴെയാണ് ഒരു പാർട്ട്ണറുടെ നിലവിലുള്ള മൂലധനമെങ്കിൽ കുറവുള്ള തുക അദ്ദേഹം കൊണ്ടുവരുന്നു. ഇനി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എങ്കിൽ ആ തുക അദ്ദേഹത്തിൻ്റെ കറന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. The partners may agree that their capital should be in proportion to profit sharing ratio. The new partner's capital may be used as a base for calculating the proportionate capital of old partners. If the required capital is less than the actual capital, the deficiency may be adjusted by bringing the balance amount, and if the partner is unable to bring the amount, then the deficiency is adjusted through current account. Likewise, if the required capital is higher than the present amount of capital, he may withdraw the excess amount or credit it to current account. ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ കാണുന്നത് എങ്ങനെയെന്ന് നോക്കുക. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. പുതിയ പങ്കാളി കൊണ്ടുവന്ന മൂലധനത്തെ അദ്ദേഹത്തിൻ്റെ ലാഭവിഹിതത്തിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം കിട്ടും. ഇതിൽ ഓരോ പങ്കാളിക്കും ആവശ്യമായ മൂലധനം എങ്ങനെ കണ്ടെത്തും? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം ഇൻറ്റു ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. സ്ഥാപനത്തിൻ്റെ ആകെ മൂലധനത്തെ ഓരോ പങ്കാളിയുടെയും ലാഭവിഹിത അനുപാതം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓരോരുത്തർക്കും ആവശ്യമായ മൂലധനം എത്രയാണ് എന്ന് കണ്ടെത്താം. The total capital of the firm will be fixed and each partner's capital is ascertained by multiplying the firm's capital with his share of profit. സ്ഥാപനത്തിൻ്റെ ആകെ മൂലധനം നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഒന്നുകിൽ പുതിയ പങ്കാളിയുടെ മൂലധനത്തെ അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കുന്നു. അല്ല എങ്കിൽ സ്ഥാപനം തന്നെ ആകെ മൂലധനം എത്രയാണ് എന്ന് നിശ്ചയിക്കുകയും അതിൽ നിശ്ചിത വിഹിതം പുതിയ പങ്കാളി അടക്കം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന രീതിയാണ്. സോ പങ്കാളികൾ അവരുടെ ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന അനുപാതത്തിൽ അവരുടെ ക്യാപിറ്റൽ ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നു. പുതിയ പങ്കാളിയുടെ മൂലധനത്തിന് അടിസ്ഥാനപ്പെടുത്തി സ്ഥാപനത്തിലെ ആകെ മൂലധനം കാണുന്നു. ഓരോ പങ്കാളിയുടെയും ലാഭവിഹിതത്തെ സ്ഥാപനത്തിന് ആകെ മൂലധനം കൊണ്ട് ഗുണിച്ചാൽ ഓരോരുത്തർക്കും ആവശ്യമായ മൂലധനം എത്രയെന്ന് മനസ്സിലാകും. നിലവിലുള്ളതും ആവശ്യമായതും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. അധികമുള്ള തുക പിൻവലിക്കുകയോ കറന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ കറന്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസോ ഡെബിറ്റ് ബാലൻസോ ആയിരിക്കും ഉണ്ടാവുക. കറന്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. ഇനി കറന്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. A and B are partners sharing profits in 2:1. C is admitted into the firm for 1/4 share in profit. C brings 20,000 as capital. The capital of A and B after all adjustments relating to goodwill, revaluation of assets and liabilities, etc. are rupees 45,000 and 15,000 respectively. It is agreed that partners' capital should be according to the new profit sharing ratio.
Determine the new capital of A and B and record necessary journal entries, prepare capital account and balance sheet, assuming that the excess amount is withdrawn and deficiency is contributed in cash. B. The excess bar deficiency is adjusted through current account. 2:1 ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന എ ബി എന്നീ പാർട്ട്നേഴ്സ് സി എന്ന പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. സിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1/4. സി 20,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് ആനുപാതികമാകണം എന്ന് പാർട്ട്നേഴ്സ് തീരുമാനിക്കുന്നു. എ ബി എന്നിവരുടെ ക്യാപിറ്റൽ ബാലൻസ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ശേഷം 45,000, 15,000 എന്നീ ക്രമത്തിലാണ്. സോ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുക. ആദ്യം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുക. ദെൻ സി കൊണ്ടുവന്ന മൂലധനത്തെ അടിസ്ഥാനപ്പെടുത്തി സ്ഥാപനത്തിൻ്റെ ആകെ മൂലധനം കാണുക. എ ബി എന്നിവർക്ക് ആവശ്യമായ മൂലധനം റിക്വയർഡ് ക്യാപിറ്റൽ കണ്ടെത്തുക. എ ബി എന്നിവരുടെ റിക്വയർഡ് ക്യാപിറ്റലും അവരുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം കാണുക. ദെൻ പുതിയ പങ്കാളി സി കൊണ്ടുവന്ന മൂലധനം രേഖപ്പെടുത്തുക. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 3 പേരുടെയും ക്യാപിറ്റലിൻ്റെ ബാലൻസായി ഈ റിക്വയേർഡ് എമൗണ്ടിനെ രേഖപ്പെടുത്തുക. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക. ആ വ്യത്യാസം എക്സസ് എമൗണ്ട് ആണെങ്കിൽ പിൻവലിക്കാം, അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ അതിൻ്റെ വ്യത്യാസം ഡെഫിസിറ്റ് ആണ് എങ്കിൽ അദ്ദേഹം ആ തുക കൊണ്ടുവരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സോ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആണ്. പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 2:1. സിയുടെ ഷെയർ തന്നിട്ടുണ്ട് 1/4. അപ്പോൾ ഇവിടെ പുതിയ പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ന്യൂ റേഷ്യോ കാണുന്നത് ലെറ്റ് ടോട്ടൽ പ്രോഫിറ്റ് ഈക്വൽസ് 1. ദെൻ സി ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/4. ആകെ ലാഭത്തിൽ നിന്നും 1/4 കുറച്ചാൽ റിമൈനിങ് പ്രോഫിറ്റ് കിട്ടും. ദാറ്റ് ഈസ് 1 മൈനസ് 1/4. ടോട്ടൽ പ്രോഫിറ്റ് 1. അതിനെ 4 ഭാഗിക്കുന്നു. അതിൽ ഒരു വിഹിതമാണ് സിക്ക് കൊടുത്തത്. സോ റിമൈനിങ് എത്രയുണ്ടാവും? യെസ്, 3/4 ഉണ്ടാവും. സോ ഈ 1 എന്ന് പറയുന്ന ഷെയറിനെ, ആകെ ലാഭത്തെ നമ്മൾ 4 ഭാഗിച്ചു. സോ 1 = 4/4 ആണ്. മൈനസ് സിയുടെ വിഹിതം 1/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. ഈ 3/4 എന്ന റിമൈനിങ് പ്രോഫിറ്റ് ആർക്ക് അർഹതപ്പെട്ടതാണ്? യെസ്, അത് എ ബി എന്നീ ഓൾഡ് പങ്കാളികൾ പങ്കുവയ്ക്കുന്നു. ഏതനുപാതത്തിൽ? അവരുടെ ഓൾഡ് റേഷ്യോയിൽ. സോ ന്യൂ റേഷ്യോ കാണാൻ റിമൈനിങ് പ്രോഫിറ്റ് ഇൻറ്റു ഓൾഡ് റേഷ്യോ. എയുടെ ഷെയർ നോക്കുക. റിമൈനിങ് പ്രോഫിറ്റ് 3/4 ഇൻറ്റു ഓൾഡ് റേഷ്യോ 2:1 ആണ് ഇവരുടെ ഷെയർ. സോ 2/3. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 6 ഡിവൈഡ് ബൈ 4 × 3 12. Then B share remaining profit 3/4 into old ratio 1/3, that is equal to 3/12. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ റേഷ്യോയുടെ ഡിനോമിനേറ്റർ 12 ആണ്. സിയുടെ റേഷ്യോ 1/4 ആണ്. ആ 1/4 12 മാറ്റിയാൽ എത്ര വരും? യെസ്, 3/12. Therefore ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 6:3:3 ആണ്. ഇവ 3ന്റെ ഗുണിതങ്ങളായതിനാൽ നമ്മൾ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ 2:1:1 എന്ന് കിട്ടും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം ആണ്. ഫേമിൻ്റെ ആകെ ക്യാപിറ്റൽ മൂലധനം കാണണം. ഇവിടെ സി കൊണ്ടുവന്ന ക്യാപിറ്റലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മൂലധനം കാണാൻ പറഞ്ഞത്. സിയുടെ ക്യാപിറ്റൽ 20,000,
സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/4 ആണ്. ആകെ ലാഭത്തിൻ്റെ 1/4 ഉള്ളയാൾ 20,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിൻ്റെ ആകെ മൂലധനം എത്രയായിരിക്കും? നമ്മൾ ബാക്കി 3 ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ 20,000 വെച്ച് എഴുതി നോക്കുക. 4 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ കിട്ടില്ലേ? യെസ്, അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ നോക്കുക. സിൻസ് ദ ക്യാപിറ്റൽ ഫോർ 1/4 ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് 20,000, ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം ഈക്വൽസ് 20,000 ഇൻറ്റു 4/1. 4/1 എന്ന് പറയുന്നത് സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ റെസിപ്രോക്കലാണ്, വ്യുൽക്രമമാണ്. 1/4 ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റൽ 20,000 രൂപയാണ് എങ്കിൽ ആകെ ക്യാപിറ്റൽ എത്രയായിരിക്കും? അത് കാണുന്നത് 20,000-ത്തെ 1/4 വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 80,000. ഇനി ഈ 80,000-ൽ എ, ബി എന്നിവരുടെ മൂലധനം എത്രയായിരിക്കണം? ആവശ്യമായ ക്യാപിറ്റൽ, അതാണ് റിക്വയർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 80,000 ഇൻറ്റു 2/4 ആണ് എയുടെ ഷെയർ. സോ 80,000 ഇൻറ്റു 2/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 40,000. ദെൻ ബിയുടെ നോക്കുക. 80,000 ഇൻറ്റു 1/4 80,000 ആണ് ഫേമിൻ്റെ മൂലധനം. 1/4 ആണ് ബിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 20,000. സോ 3 പേരുടെയും ക്യാപിറ്റൽ കിട്ടി. 80,000 എന്ന ആകെ മൂലധനത്തെ 40,000, 20,000, 20,000 എന്നീ ക്രമത്തിൽ ഡിവൈഡ് ചെയ്തു. ദെൻ എക്സസ് ഉണ്ടോ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കുക. ക്വസ്റ്റ്യനകത്ത് തന്നെ പറയുന്നുണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും ശേഷം എയുടെ ക്യാപിറ്റൽ 45,000, ബിയുടേത് 15,000. ഓരോരുത്തർക്കും ആവശ്യമായ മൂലധനം നമ്മൾ കണ്ടെത്തി. എക്ക് 40,000, ബിക്ക് 20,000. സോ എക്സസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കാണുന്നത് എങ്ങനെയാ? എക്സിസ്റ്റിംഗ് ക്യാപിറ്റലും റിക്വയർഡ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസമാണ് എക്സസ് ആണോ ഡെഫിഷ്യൻസി ആണോ എന്ന് നിർണ്ണയിക്കുന്നത്. എയുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ 45,000, റിക്വയർഡ് ക്യാപിറ്റൽ 40,000 എന്ന് പറഞ്ഞാൽ എക്ക് നിലവിൽ 45,000 രൂപ ക്യാപിറ്റലുണ്ട്, ആവശ്യമായത് 40,000 മാത്രം. അതായത് 5,000 രൂപ എക്ക് അധികമുണ്ട്. ബിയുടെ കേസ് നോക്കുക. ബിയുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ 15,000 രൂപ, എന്നാൽ ബിക്ക് ആവശ്യമായത് 20,000 രൂപ. അതായത് ക്യാപിറ്റൽ കുറവുണ്ട്, അതിനാണ് നമ്മൾ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ എക്സസ് ക്യാപിറ്റൽ ഓഫ് എ 5,000. ഈ 5,000 റുപ്പീസ് എക്ക് ഒന്നുകിൽ പിൻവലിക്കാം, അല്ലെങ്കിൽ ഈ തുക എയുടെ കറന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ധാരണ എങ്ങനെയോ അങ്ങനെ. ബിയുടെ കേസ് നോക്കുക. ബിക്ക് ക്യാപിറ്റൽ ഡെഫിഷ്യൻസിയാണ്, കമ്മിയാണ്, 5,000 രൂപ കുറവുണ്ട്. ബി എന്ത് ചെയ്യണം? ബി മേ ബ്രിങ് ദ റിക്വയർഡ് എമൗണ്ട് ഓർ ഡെബിറ്റ് ടു ഹിസ് കറന്റ് അക്കൗണ്ട്. ബിക്ക് പണം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ 5,000 രൂപ കൊണ്ടുവരിക. അപ്പോൾ ബിയുടെ ക്യാപിറ്റൽ 20,000-ലെത്തും. ഇനി അല്ല എങ്കിൽ ബിക്ക് ആ തുക തൽക്കാലം അദ്ദേഹത്തിൻ്റെ കറന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. സോ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നു. പുതിയ പാർട്ട്ണർ സി 20,000 രൂപ മൂലധനം കൊണ്ടുവരുന്നതിൻ്റെ ജേണൽ എൻട്രി. സോ ജേണൽ വരയ്ക്കുക. സി ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ജേണൽ എൻട്രി എന്താ? യെസ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ 20,000. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. സോ ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എ, ബി എന്നീ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് പോസ്റ്റ് ചെയ്യുക. ബാലൻസ് ബ്രോഡ് ഓൺ. എ 45,000, ബി 15,000. ഇനി സി കൊണ്ടുവന്ന ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക ബൈ ക്യാഷ്. സിയുടെ കോളത്തിൽ 20,000. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച റിക്വയർഡ് ക്യാപിറ്റൽ, ഇതാണ് ലാസ്റ്റ് ഉണ്ടാവേണ്ട ബാലൻസ്. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് കാണിക്കുക. റിക്വയർഡ് ക്യാപിറ്റൽ ആവശ്യമായ മൂലധനം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കാണിക്കുക. സോ എക്ക് 40,000,
ബി 20,000, സി 20,000. ദെൻ ഇനി നമ്മൾ ഓരോരുത്തരുടെയും ക്യാപിറ്റലിൻ്റെ വ്യത്യാസമുണ്ടോ ഇല്ലയോ നോക്കാം. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 45,000, ഡെബിറ്റ് സൈഡിൽ 40,000. ഏതാണ് കൂടുതൽ? യെസ്, ക്രെഡിറ്റ് സൈഡാണ്. സോ ക്രെഡിറ്റ് സൈഡിലെ തുക നമ്മൾ രണ്ട് സൈഡിലും ഒരേപോലെ എഴുതി. ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് എക്ക് 45,000, പക്ഷേ ഡെബിറ്റ് സൈഡിൽ 40,000 മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? എക്ക് അധികം ക്യാപിറ്റലുണ്ട്. അധികമുള്ള തുക ഇവർ പിൻവലിച്ചു കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കാം. എങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ക്യാഷ് 5,000. എയുടെ ക്യാപിറ്റൽ നിലവിൽ 45,000 രൂപയുണ്ട്. 40,000 രൂപ മാത്രം മതി. സോ 5,000 എക്സസ് ക്യാപിറ്റൽ എ പിൻവലിക്കുന്നു. എ 5,000 റുപ്പീസ് പിൻവലിക്കുമ്പോൾ, വിഡ്രോ ചെയ്യുമ്പോൾ എൻ്റെ ജേണൽ എൻട്രി എന്ത് വരും? യെസ്, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 5,000 ടു ക്യാഷ് 5,000. എക്സസ് ക്യാപിറ്റൽ വിഡ്രോ. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബിയുടെ കോളം നോക്കുക. ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 20,000 രൂപയുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ 15,000 രൂപയുള്ളൂ. ഏതാണ് അധികം? യെസ്, ഡെബിറ്റ് സൈഡാണ് അധികം. സോ 20,000 നമ്മൾ രണ്ട് സൈഡിലും ഒരേപോലെ ടോട്ടൽ എമൗണ്ട് ആയിട്ട് എഴുതി. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ 5,000 രൂപ കുറവുണ്ട്, ക്യാപിറ്റൽ ഡെഫിഷ്യൻസി ഉണ്ട്. ക്യാപിറ്റൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ബി ആ തുക കൊണ്ടുവരണം, എങ്കിലേ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ 20,000-ലെത്തുള്ളൂ. സോ നമ്മൾ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് 5,000. ഇപ്പോൾ ബിക്കും 20,000 രൂപ ക്യാപിറ്റലായി. സോ ബി 5,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ത് വരും? യെസ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ബി ക്യാപിറ്റൽ 5,000. ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ടു മേക്ക് ഗുഡ് ദ ഡെഫിഷ്യൻസി. കമ്മി നികത്തുന്നതിന് ആവശ്യമായ തുക ബി കൊണ്ടുവരുന്നു. ഇനി സിയുടെ ക്യാപിറ്റൽ നോക്കുക. സിയുടെ ക്രെഡിറ്റ് സൈഡിൽ 20,000 ഉണ്ട്, ഡെബിറ്റ് സൈഡിലും അതേ 20,000 തന്നെ. കാരണം സി കൊണ്ടുവന്ന മൂലധനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ നിർണയിച്ചത്. സോ സി ഇനി ഒന്നും കൊണ്ടുവരാനോ അധികമായിട്ട് പിൻവലിക്കാനോ ഇല്ല. ദെൻ ഈ ക്യാപിറ്റൽ ബാലൻസ് നമുക്ക് ബ്രോ ഡൗൺ ചെയ്യാം. ബാലൻസ് ബ്രോ ഡൗൺ 40,000, 20,000, 20,000. ദെൻ ഇത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. സോ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ക്യാഷ്, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഒന്നും നമുക്ക് തന്നിട്ടില്ലാത്തതിനാൽ നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്ന് ഓർമ്മിക്കുക. സി കൊണ്ടുവന്ന 20,000 പ്ലസ് ബി ക്യാപിറ്റൽ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, അത് നികത്തുന്നതിന് വേണ്ടി 5,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്, മൈനസ് എക്ക് അധിക മൂലധനം ഉണ്ടായിരുന്നു, ആ അധികമുള്ള 5,000 രൂപ എ പിൻവലിച്ചു. സോ ക്യാഷ് 20,000 ആണ് വ്യത്യാസം വരുന്നത്. ഫേമിൽ നേരത്തെ ഉണ്ടായിരുന്ന ക്യാഷിനോടൊപ്പം 20,000 രൂപ ആഡ് ചെയ്യേണ്ടി വരും. ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എ 40,000, ബി 20,000, സി 20,000, ടോട്ടൽ 80,000. ഫേമിൻ്റെ ആകെ ക്യാപിറ്റൽ 80,000 രൂപ. അത് എ, ബി, സി എന്നിവർക്ക് 40,000, 20,000, 20,000 എന്നീ ക്രമത്തിൽ ക്യാപിറ്റൽ ഉണ്ടാവും. ദെൻ ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ അഡ്ജസ്റ്റഡ് ത്രൂ കറന്റ് അക്കൗണ്ട് എന്നാണ്. അതായത് എക്സസ് ക്യാപിറ്റൽ എക്ക് 5,000 രൂപയുണ്ട്, അത് എയുടെ കറന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. എ ആ തുക പിൻവലിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ തന്നെ കറന്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ബിക്ക് ക്യാപിറ്റൽ ഡെഫിഷ്യൻസി ഉണ്ട്, അദ്ദേഹം ആ തുക കൊണ്ടുവരുന്നില്ല, പകരം അദ്ദേഹത്തിൻ്റെ കറന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന മാറ്റം, ബാലൻസ് ഷീറ്റിൽ വരുന്ന മാറ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ക്യാപിറ്റൽ അക്കൗണ്ട് ഇങ്ങനെയാണുള്ളത്. ഓപ്പണിംഗ് ബാലൻസ്, ദെൻ സി കൊണ്ടുവന്ന ക്യാപിറ്റൽ, ലാസ്റ്റ് 3 പേരുടെയും ക്യാപിറ്റൽ ബാലൻസ് 40,000, 20,000, 20,000 എന്നീ ക്രമത്തിൽ വേണം. എക്ക് 5,000 രൂപ എക്സസ് ക്യാപിറ്റൽ ഉണ്ട്, ആ എക്സസ് ക്യാപിറ്റൽ എയുടെ കറന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എയുടെ കറന്റ് അക്കൗണ്ടിൽ 5,000. ദെൻ ബിക്ക് 5,000 രൂപ ഡെഫിഷ്യൻസി ഉണ്ട്,
അത് ബിയുടെ കറന്റ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 5,000. ഓക്കെ, ബാലൻസ് ബ്രോട്ട് ഡൗൺ 40,000, 20,000, 20,000. ഇവിടെ ഓർമ്മിക്കുക, എക്സസ് ക്യാപിറ്റൽ ഉണ്ടായിരുന്ന എ പണം പിൻവലിക്കുകയല്ല ചെയ്തത്, പിന്നെയോ ആ 5,000 രൂപ എയുടെ കറന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ബിക്ക് 5,000 രൂപയുടെ കുറവുണ്ടായിരുന്നു, ആ തുക കൊണ്ടുവരുന്നില്ല, പകരം ആ തുക ബിയുടെ കറന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. സോ ഇവയുടെ ജേണൽ എൻട്രി നോക്കുക. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു എസ് കറന്റ് അക്കൗണ്ട്. എക്സസ് ക്യാപിറ്റൽ ട്രാൻസ്ഫേർഡ് ടു കറന്റ് അക്കൗണ്ട്. അധികമുള്ള മൂലധനം കറന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കുറഞ്ഞു. ക്യാപിറ്റൽ കുറഞ്ഞതുകൊണ്ടാണ് ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്തത്. ആ തുക കറന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ബിയുടെ കേസ് നോക്കുക. ബിയുടെ ക്യാപിറ്റൽ കുറവാണ്. സോ കുറവുള്ള ക്യാപിറ്റൽ അയാൾ കൊണ്ടുവരണം. ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന് പകരം കറന്റ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. സോ നമ്മൾ കറന്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ബീസ് കറന്റ് അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ബീസ് ക്യാപിറ്റൽ 5,000. ബാലൻസ് ഷീറ്റിൽ വരുന്ന മാറ്റം നോക്കുക. ക്യാഷ് സി കൊണ്ടുവന്ന 20,000 രൂപ മാത്രം. ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എ 40,000, ബി 20,000, സി 20,000. ക്യാപിറ്റൽ ബാലൻസിൽ മാറ്റമില്ല. മാറ്റം എവിടെ? എസ് കറന്റ് അക്കൗണ്ടിലാണ്. ബിയുടെ കറന്റ് അക്കൗണ്ടിൽ 5,000 രൂപ ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഡെബിറ്റ് ബാലൻസ് ആയതിനാൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കുക. ഇനി എയുടെ കറന്റ് അക്കൗണ്ടിൽ 5,000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. ആ തുക ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. സോ കറന്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ഉണ്ടാവാം. കറന്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ട് എങ്കിൽ പാർട്ട്ണർ സ്ഥാപനത്തിന് നൽകുവാനുള്ള തുകയാണ്. അതുകൊണ്ട് അത് അസറ്റ് സൈഡിൽ കാണിച്ചു. കറന്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ ഫേം ഈ പാർട്ട്ണർക്ക് കൊടുക്കാൻ ഉള്ള തുകയാണ്. അത് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. Then trust your understanding. Thank you for your cooperation.